പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് സ്വിഗ്ഗി സൊമാറ്റോ ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. സ്വിഗ്ഗിക്ക് ആൾക്കാർ തിരുവനന്തപുരത്തും കോഴിക്കോടും ഇന്നിപ്പോൾ അവർ പണിമുടക്കലാണ്. സൊമാറ്റോ 24 മണിക്കൂർ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വിഗ്ഗിയും സൊമാറ്റോയും പണിമുടക്കലാണ്. അതിൽ സ്വിഗ്ഗി ഡെലിവറി ആപ്പാണ് ഇപ്പോൾ തൊഴിലാളികളാണ് ഇന്നിപ്പോൾ പണിമുടക്കുന്നത്. അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സൊമാറ്റോയിലെ തൊഴിലാളികളും പണിമുടക്കാൻ പോകുന്നത്. പ്രമുഖ ഓൺലൈൻ ഡെലിവറി ആപ്പായ സ്വിഗ്ഗിയിലെ തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ സ്വിഗ്ഗി ഡെലിവറി തൊഴിലാളികളുടെ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി. കൊല്ലം, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിലും തൊഴിലാളികൾ ഉടൻ സമരം തുടങ്ങും. കൊച്ചിയിലും ഉണ്ടാവും സമരമുടൻ. കമ്മീഷൻ വെട്ടിക്കുറച്ച മാനേജ്മെന്റ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരം. പണിമുടക്കുന്ന തൊഴിലാളികൾ രാവിലെ 10-ന് തിരുവനന്തപുരത്തെ പട്ടത്തെ ഇൻസ്ലാ മാർട്ടിലേക്ക് മാർച്ചും നടത്തും. സ്വിഗ്ഗി തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സൊമാറ്റോ ഫുഡ് ഡെലിവറി തൊഴിലാളികൾ 24 മണിക്കൂർ പണിമുടക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഡെലിവറി വഴി ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ശ്രമിക്കരുത്. ഇന്ന് മിക്കവാറും പണിമുടക്കാനുള്ള സാധ്യതയുണ്ട്. പല ജില്ലകളിലും സ്വിഗ്ഗി പണിമുടക്കി കഴിഞ്ഞു. ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു തത്സമയ വിവരങ്ങളുമായി. ടി വി പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഹോട്ടലിൽ പോയി കഴിക്കേണ്ടി വരും പലരും, അല്ലേ? സ്വിഗ്ഗിയും സൊമാറ്റോയും ഒക്കെ പണിമുടക്കിലാണോ പല ജില്ലകളിലും? മറ്റ് ജില്ലകളിലേക്ക് കൂടി ഈ സമരം വ്യാപിക്കുകയാണോ ടി വി പ്രസാദ്? ഗുഡ് മോർണിംഗ് അരുൺ. ഒന്നെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കുക എന്ന നിലയിലേക്ക് ഇന്ന് കോഴിക്കോടും തിരുവനന്തപുരവും മാറും എന്നുള്ളതാണ്. അതിൻ്റെ സൂചന തന്നെയാണ് എനിക്ക് പിറകിൽ കാണുന്നവർ. ഇവർ സംഘടിതരായി കഴിഞ്ഞിട്ടുണ്ട് അരുൺ. നേരത്തെ INTUC, AITUC, അതുപോലെ CITU, ഈ 3 യൂണിയനുകളായി ആളുകളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഏതാണ്ട് 10,000-ലേറെ ഇത്തരം ഡെലിവറി ബോയ്സ് ഉണ്ട് എന്നാണ് ഇതിന് നേതൃത്വം നൽകുന്നവർ നമ്മളോട് പറയുന്നത്. പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇവർ പറയുന്നത് വളരെ ശരിയാണ് അരുൺ. കാരണം 2018 കേരളത്തിൽ ഇത് പ്രവർത്തനം തുടങ്ങുന്ന സമയത്തുള്ള അതേ വേതന വ്യവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. മാത്രമല്ല, ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് സ്വിഗ്ഗിയിലെ വിതരണക്കാർ പോകാനുള്ള ഒരു കാരണം, നിലവിൽ അവർക്ക് 5 കിലോമീറ്റർ പോയാൽ 25 രൂപ കിട്ടുമായിരുന്നു. പക്ഷേ പുതുതായിട്ട് ഇപ്പോൾ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 5 കിലോമീറ്റർ പോയാൽ വെറും 15 രൂപ മാത്രമാണ് കൊടുക്കുന്നത്. അതായത് നിലവിലുള്ളതിലും കുറച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇവർ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടി ഇന്ന് ചില ടെക്നിക്കൽ കമ്പനി ചെയ്യുന്നതായി ഇവർ പറയുന്നുണ്ട്. അതായത് ഒരൊറ്റ തവണ ഇന്ന് ഒരു ഡെലിവറി പോയാൽ 125 രൂപ കിട്ടുന്ന നിലയിലേക്ക് സമരം പൊളിക്കാൻ കമ്പനി ശ്രമിക്കുന്നു എന്നാണ് സമരക്കാർ പറയുന്നത്. എനിക്ക് കൂടെയുള്ളത് സമരക്കാരാണ്. എന്താണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം? ഇന്നിപ്പോൾ പൂർണ്ണമായി നിലക്കുമോ? ഭക്ഷണ വിതരണം നിലക്കുമോ? ഇന്നൊന്നല്ല, ഇന്ന് തൊട്ട് നമ്മൾ അനിശ്ചിതകാല പണിമുടക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട് എന്ന് കമ്പനി നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് വരുന്നു, അന്ന് വരെ ഈ സമരം നീണ്ടുപോകുന്നതായിരിക്കും. നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് 2018 ഈ കമ്പനി ഈ കേരള രാജ്യത്ത് ആരംഭിച്ചപ്പോൾ അവർ കിലോമീറ്ററിന് 5 രൂപ തന്ന റേറ്റ് തന്നെയാണ് ഈ 2024 നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ജീവിത ചെലവല്ല ഇന്നത്തെ ജീവിത ചെലവ്. ഇന്ന് ഇപ്പോൾ പുതുതായിട്ട് കയറുന്നവർക്ക് കുറച്ചിട്ടുണ്ട് അല്ലേ? പുതുതായിട്ട് കയറിയ കുറച്ച് പേർക്ക് അവർ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുക. അതായത് 5 കിലോമീറ്റർ 25 എന്നുള്ള നിരക്കിൽ നിന്ന് 3 കിലോമീറ്റർ 15 രൂപ എന്നാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ 15 രൂപയ്ക്ക് കൂട്ടത്തിൽ തന്നെ മൾട്ടി ഓർഡർ, അതായത് ഒരു ഓർഡറിൻ്റെ കൂടെ തന്നെ വേറൊരു ഓർഡർ ഡെലിവറി ചെയ്യാനും കൊടുക്കുന്നു. അതിന് വെറും 2 രൂപ 3 രൂപ 4 രൂപ എന്നുള്ള നിരക്കിലാക്കിയാണ് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തെളിവുകളും നല്ല സ്ക്രീൻഷോട്ടുകളെല്ലാം നമ്മൾ തിരുവനന്തപുരം, കോഴിക്കോടുമാണ്. വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? വരും ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലായിടത്തും ഇത് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. ഇപ്പോൾ അടുത്ത ഈ ആഴ്ചയിൽ തന്നെ 2 ദിവസത്തിനകത്ത് തന്നെ പത്തനംതിട്ടയിലും കൊല്ലത്തും തൃശ്ശൂരും ഇത് ഈ അനിശ്ചിതകാലത്തിലേക്ക് സമരം തുടങ്ങുന്നതായിരിക്കും. ശക്തമായി തന്നെ നമ്മുടെ ഈ സംഘടന, ഈ സംയുക്ത സമരസമിതി തിരുവനന്തപുരത്തെ സ്ഥിതി വെച്ചിട്ട് ഡെലിവറിക്ക് പോകുന്നേ ഇല്ല ആളുകൾ. നിങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ കമ്പനി ചെയ്തു നൽകുന്നു. കമ്പനിയുടെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓർഡറിന് 5 കിലോമീറ്റർ 25 രൂപയാണ് തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കമ്പനി സമരം പൊളിക്കാൻ വേണ്ടി റൈഡേഴ്സിനെ ഇറക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഓർഡറിന് 50 രൂപ 70 രൂപ 80 രൂപ എക്സ്ട്രാ സർജ് എന്നുള്ളൊരു പേരിൽ കൊടുക്കുകയാണ്. അതായത് ഈ സമരത്തിൽ നിന്നും തൊഴിലാളി, ഇത് നമ്മളെ എന്താ പറയുന്നത്, ഒരു എല്ലും കഷ്ണം ഇട്ട് കൊടുക്കുന്ന കണക്ക് ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഇവർ ഇറങ്ങും എന്നുള്ളൊരു വിചാരത്തിൽ. കേട്ടല്ലോ എല്ലാവരും, പുതിയ തന്ത്രങ്ങളും തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് സമരം പൊളിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായൊരു മാർഗം നേരിട്ട് പ്രതിരോധിക്കുക എന്നുള്ളതല്ല, പകരം കൂടുതൽ പണം കൊടുത്ത് ഈ സമരക്കാരെ ഇതിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ഏതാണ്ട് പൂർണ്ണമാണ് അല്ലേ? ഇന്ന് രാവിലെ തന്നെ തിരുവനന്തപുരത്തും കോഴിക്കോടും തുടങ്ങിക്കഴിഞ്ഞു. സമരം തുടങ്ങി, അനിശ്ചിതകാലത്തേക്ക് തന്നെ തുടങ്ങി. മാത്രമല്ല, ടി വി പ്രസാദ്, 190 രൂപയുടെ മസാല ദോശ നമ്മൾ വാങ്ങുമ്പോൾ 130 രൂപ കൊടുക്കണം. അപ്പോൾ അതിൽ ഡെലിവറി ചാർജിന്റെ വളരെ കുറച്ച് മാത്രമേ ഈ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് കിട്ടുന്നുള്ളൂവെങ്കിൽ അത് അനീതിയല്ലേ?